ഡിസംബർ 1-ാം തീയതി ആയിട്ട് ഡിസംബർ 25-ാം തീയതി ആയത് അറിഞ്ഞതേ ഇല്ല കേട്ടോ. ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസംബർ 25-ന് പബ്ലിക് ട്രാൻസ്പോർട്ടോ കടകളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. ആ ഒരു ബോധം എനിക്ക് ഡിസംബർ 23-24 ആയപ്പോഴാണ് വന്നത്. അപ്പോൾ ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ശരി എന്തായാലും നമുക്ക് കോവൻ ഗാർഡനിൽ പോയിട്ട് ആർട്ടിഫിഷ്യൽ സ്നോ കുറച്ച് മഞ്ഞ് കൊള്ളാമെന്ന് വിചാരിച്ചു. ഇൻസ്റ്റയിലെ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ ഭയങ്കര സംഭവമായിരിക്കുന്ന കരുതി കേട്ടോ. എന്നാൽ ഞാൻ പോയിട്ട് കാണിച്ച പണി എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എവിടെ പരിപാടി അവതരിപ്പിക്കുമ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ പറ്റാറുണ്ട്. അപ്പോൾ എനിക്ക് പുറത്തിറങ്ങിയപ്പോൾ തന്നെ ടോയ്ലറ്റ് പോകാൻ തോന്നിട്ടോ. പക്ഷേ ഇവിടെ ഒരു ബാത്റൂം കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണെന്നല്ല, പബ്ലിക് ടോയ്ലറ്റ്സ് ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം വാട്ടർലൂ സ്റ്റേഷനിൽ പോയി ബാത്റൂമൊക്കെ യൂസ് ചെയ്തിട്ടാണ് പിന്നെ കോവൻ ഗാർഡനിലോട്ട് എത്തിയത് കേട്ടോ. ഇതാണ് കോവൻ ഗാർഡൻ. കഴിഞ്ഞ വർഷം ഇതേ ടൈമിൽ ഇതേ ക്രിസ്മസ് ട്രീയും പിസ്സയാണോ സാൻഡ്വിച്ചാണോ ഓർമ്മയില്ല, അങ്ങനെ ഒരു ഫുഡ് ഐറ്റം ഒറിജിൻ ചെയ്ത പ്ലേസിലേക്ക് കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എത്ര പെട്ടെന്നല്ലേ ഒരു വർഷം കടന്നു പോയത്. ഈ സെയിം സ്പോട്ടിൽ നിന്നിട്ട് ഞാനുള്ള വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അന്നും ഞാൻ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു, ഇന്നും ഞാൻ ഒറ്റയ്ക്ക് തന്നെ, വലിയ വ്യത്യാസമൊന്നുമില്ല. ഒരു വർഷമൊക്കെ ഇതാ പറയുമ്പോഴേക്കും കടന്നുപോയി. അപ്പോൾ ഇന്നത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്നോ കാണണം, ആർട്ടിഫിഷ്യൽ സ്നോ. അതും ഇൻസ്റ്റയിലൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടായിരുന്നു കേട്ടോ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വീഡിയോ എടുത്ത് കൊടുക്കാൻ ഒരാളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് 12 മണി തൊട്ട് രാത്രി 9 മണി വരെ എല്ലാ അവേഴ്സും, അതായത് 12 മണി 1 മണി ആ ടൈമിലാണ് വരിക കേട്ടോ. അപ്പോൾ ഏത് ഭാഗത്താണെന്ന് നോക്കാൻ വേണ്ടി തന്നെ എനിക്കൊരു 10-15 മിനിറ്റ് നടക്കേണ്ടി വന്നു. അവസാനം ഈ കുറേ ബെൽസ് കണ്ടോ, അതിൻ്റെ അവിടെ വെച്ചിട്ടായിരുന്നു ഈ സംഭവം ഉണ്ടായിരുന്നത്. സംഭവം വലിയ എഫക്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും ഒരു രസം. പിന്നെ ഞാൻ നിന്ന ഒരു പൊസിഷൻ കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു, കുറച്ചും കൂടി മുൻപിലോട്ട് നിൽക്കണമായിരുന്നു. പിന്നെ ആൾക്കാർ മൊത്തം തിരക്കി നിൽക്കണതിൻ്റെ ഇടയിൽ അങ്ങനെ നിന്നു. വീഡിയോ എടുത്തൊന്നും ശരിയായില്ല. ഇൻസ്റ്റയിൽ കണ്ട പോലെ എസ്തെറ്റിക് വീഡിയോ ഒന്നും കിട്ടില്ല, എന്നാലും എന്നെ കൊണ്ട് പറഞ്ഞ പോലെ ഒരു വീഡിയോ എടുത്തു. പിന്നെ ഇതാണ് ആപ്പിൾ മാർക്കറ്റ്. അപ്പോൾ ഇതിനകത്ത് ഒന്നാമത് ഞാൻ എത്തിയത് ലേറ്റ് ആയിരുന്നു, കാരണം അവർ മാർക്കറ്റൊക്കെ ക്ലോസ് ചെയ്യാൻ തുടങ്ങി. കുറേ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ. ഒന്നും വാങ്ങിക്കാനൊന്നും പറ്റില്ല, ഒക്കെ ഭയങ്കര റേറ്റാണ്. പക്ഷേ ഈ ഒരു കാണാൻ നല്ല രസമുണ്ടല്ലോ, ഈ ബെൽസും ബോൾസൊക്കെ കൂടി. പിന്നെ ഒരു ആൾ നിന്ന് ഭയങ്കര രസമായിട്ട് പാട്ട് പാടുണ്ടായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ തൽക്കാലത്തേക്കൊന്നും മിണ്ടണില്ല, നല്ല പ്രൊഫഷണലായിട്ട് പാടുണ്ടായിരുന്നു. അത് ഞാൻ കേൾപ്പിച്ചുതരാം. അങ്ങനെ കുറച്ച് നേരം പാട്ടൊക്കെ ആസ്വദിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഇനി അടുത്ത പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫോണിൽ ചാർജില്ല, ആകെ 10% ഉള്ളൂ. ഇവിടെ നമ്മൾ ട്രാവൽ ചെയ്യണമെങ്കിൽ വീട്ടിലോട്ട് പോകണമെങ്കിൽ കൂടെ നമുക്ക് ഗൂഗിൾ മാപ്പ് ഇല്ലാതെ അല്ലെങ്കിൽ സിറ്റി മാപ്പ് ഇല്ലാണ്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അതായിരുന്നു അടുത്ത പണി. അപ്പോൾ എപ്പോഴും ഇങ്ങനത്തെ പരിപാടികൾക്ക് പോകുമ്പോൾ ഫോൺ ഫുൾ ചാർജ് ആക്കി കൊണ്ടുപോയില്ലെങ്കിൽ പവർ ബാങ്ക് കൊണ്ടുപോകാൻ മറക്കാം. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ക്രിസ്മസ് അപ്പൂപ്പനെ കണ്ടു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. അങ്ങനെ ആളുടെ ഒരു സെൽഫിയൊക്കെ എടുത്തിട്ട് ഞാൻ പിന്നെ നെക്സ്റ്റ് ഇനി മാലാഖമാരെ കാണാൻ പോവുക. 10% ചാർജിന് ഞാൻ കറക്റ്റ് പ്ലാൻ ചെയ്ത് ഡിവൈഡ് ചെയ്തിട്ടൊക്കെയാണ് പോകണം കേട്ടോ. പിന്നെ ഞാൻ വീണ്ടും ഇതിനകത്ത് കൂടെ നടക്കുന്നുണ്ട്, ഫോൺ അധികം യൂസ് ചെയ്യാതെ നടക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എടുത്ത വീഡിയോസാണിത്. ക്രിസ്മസ് ട്രീസ് ഒക്കെ പലതരത്തിലുള്ള ക്രിസ്മസ് ട്രീസ് ഉണ്ട്. നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. ക്രിസ്മസ് ആവാറായതുകൊണ്ട് തന്നെ 3-4 ഡിഗ്രിയൊക്കെയാണ് ടെമ്പറേച്ചർ.